ഇവിടെ നമ്മുടെ ഈ നാട്ടിൻ്റെ അടുത്ത് കാഞ്ഞങ്ങാട് ഒരിക്കൽ വന്നപ്പോൾ ഇസ്തസ്ഖില്ലാഹലി ഉമ്മത്തിക യാ റസൂലല്ലാഹ്, തങ്ങളുടെ ഉമ്മത്തിന് വേണ്ടി അള്ളാഹുവിനോട് മഴയെ തേടണം നബിയെ എന്ന് നബീനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിൻ്റെ അരികിൽ വന്നുകൊണ്ട് സഹായം ചോദിച്ച, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ സംഭവം അത് ആദ്യം ഷിർക്കാണെന്ന് പറയുകയും പിന്നീട് കാഞ്ഞങ്ങാട് വന്നപ്പോൾ അത് കേവലം തവസ്സുൽ മാത്രമാണെന്ന് പറയുകയും പരപ്പനങ്ങാടിയിൽ വെച്ച് എനിക്കത് അബദ്ധം പറ്റിയതാണ്, ഞാനത് തിരുത്തി പറയുന്നു, ഇപ്പോൾ അത് ഷിർക്ക് തന്നെയാണെന്ന് വീണ്ടും തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ വിഷയത്തിൽ ഫൈസൽ മൗലവിയുടെ നിലപാട് എന്താണ്? അതായത് ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിൻ്റെ അരികിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മഹാൻ്റെ ഖബറിൻ്റെ അരികിൽ പോയിക്കൊണ്ട് എൻ്റെ രോഗം സുഖപ്പെടാൻ വേണ്ടി അങ്ങ് ദുആ ചെയ്യണേ, അഥവാ തലബുദ്ദുആ, എൻ്റെ ദോഷം പുറത്ത് കിട്ടാൻ വേണ്ടി അങ്ങ് അള്ളാഹുവിനോട് ദുആ ചെയ്യണേ എന്നിങ്ങനെ ദുആ കൊണ്ട് തേടൽ, ദുആ ചെയ്യാൻ വേണ്ടി അവരോട് ആവശ്യപ്പെടൽ, അത് ശിർക്കാണോ അല്ല കേവലം തവസ്സുൽ മാത്രമാണോ എന്നാണോ ഫൈസൽ മൗലവിയുടെ വാദം? അൽഹംദുലില്ലാഹ്, സഹോദരൻ നമ്മുടെ എല്ലാ മുഖാമുഖം കേൾക്കാറുണ്ട് എന്ന് മനസ്സിലായി. അല്ലാഹു നമുക്കെല്ലാം ഹഖ് മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഏത് കാലത്തും ആ വിഷയത്തിൽ പറഞ്ഞ നിലപാട് തന്നെയാണ് എന്നുമുള്ളത്. നബി തങ്ങൾ ഖബറിൽ ചെന്നു എന്നതുകൊണ്ടോ തേടണേ എന്ന് തേടി എന്നതുകൊണ്ടോ ഒരു ശിർക്കല്ലാതാവുകയില്ല. ഖബറിൽ ചെന്നില്ല എന്നതുകൊണ്ട് തൗഹീദാവുകയുമില്ല. നമ്മുടെ നാട്ടിലെ ഉസ്താദുമാരെ സംബന്ധിച്ച് നീ ഖബറിൽ പോയില്ലെങ്കിലും തേടിയില്ലെങ്കിലും ഒക്കെ ശിർക്ക് തന്നെയാണ്. അത് കാഞ്ഞങ്ങാട് മുഖാമത്തിലും പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് പെരിന്തൽമണ്ണയിലാണ് അത് ആദ്യം പറഞ്ഞത്. നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ കേൾക്കണം. അവിടെയാണ് ആദ്യം ഈ വിഷയം പറഞ്ഞത്. പെരിന്തൽമണ്ണയിൽ ഒരു മുസ്ലിയാർ വന്നു. അദ്ദേഹം ചോദിച്ചു, ഞാൻ നബിയുടെ ഖബറിൽ ചെന്ന് നബിയെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ വിധി? അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് ഖബറിൽ പോയി? ഇവിടുന്ന് പറഞ്ഞാൽ നബി കേൾക്കുകയില്ല എന്നതുകൊണ്ട് പോയതാണോ, അവിടെ ചെന്നാലേ കേൾക്കൂ എന്ന വിശ്വാസമുണ്ടോ? അപ്പം അദ്ദേഹം പറഞ്ഞു, എവിടുന്ന് വിളിച്ചാലും കേൾക്കും. എന്നാൽ പിന്നെ ഏതായാലും ശിർക്കല്ലേ, പിന്നെ അവിടെ പോയതിന് പ്രസക്തി ഇല്ലല്ലോ. സാധാരണ ഉസ്താദുമാർ ദ്വാരക്കുമ്പോൾ പറയും, ഇലാഹത്ത് റൂഹി നബീന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ. പെരിന്തൽമണ്ണ മുഖാമത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ ഫാത്തിഹ ഓതനടക്കം ശിർക്കാണ്. ഫാത്തിഹ ഓതന ശിർക്ക്. അതെങ്ങനെ? ഇവിടെ അൽ ഫാത്തിഹ വിളിക്കുമ്പോൾ നബി തങ്ങൾ അവിടുന്ന് കേൾക്കുന്ന വിശ്വാസം. ഇവിടെ വിളിക്കുക അൽ ഫാത്തിഹ, നബി അവിടെ കേൾക്കും, നബി അത് അറിയും, നബി അതിൽ നിന്നിട്ട് തൃപ്തിപ്പെടും, നബി അതിൽ ഇടപെടും, നമ്മുടെ പ്രശ്നം പരിഹരിക്കും എന്നാ വിശ്വാസം. അങ്ങനത്തെ ഇപ്പോൾ ഖബറിൽ പോയി തേടി വലിയ കാര്യമുണ്ടോ? ഓന് എവിടെയും തേടിയില്ല, കിടന്നുറങ്ങി, എന്നാലും ശിർക്ക് തന്നെയാണ്. എവിടെയും തേടാൻ പോയിട്ടില്ല. ഓൻ്റെ വിശ്വാസം എന്താണ്? നബി തങ്ങൾ കേൾക്കും, കാണും, അറിയുമെന്നാണ്. ആ വിശ്വാസപ്രകാരം ഓൻ പോയി കിടന്നുറങ്ങി, എവിടെയും തേടാൻ പോയിട്ടില്ല, എന്നാലും ആ വിശ്വാസം ശിർക്കായ വിശ്വാസമാണ്. എന്നാൽ ഈ വിശ്വാസമില്ലാത്ത ആളുകൾ അതേപ്പറ്റി പഴയ കാലത്ത് ചർച്ച ചെയ്ത പലതും കിതാബിൽ കാണും. തപസ്സുള്ള വശങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇസ്തിഗാസയുടെ വശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മളവിടെ വ്യക്തമായി അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് കാഞ്ഞങ്ങാടും പറഞ്ഞിട്ടുണ്ട്. കാഞ്ഞങ്ങാട് മുഖാമത്തും എന്ത് വശം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, എല്ലാ വശങ്ങളും പറഞ്ഞു. അതിൻ്റെ ഒരു കഷ്ടം മാത്രമാണ് ചില മുസ്ലിയാക്കന്മാരും ചില മുസ്ലിയാക്കന്മാരെ പിന്നിൽ പോകുന്നവരും ദുരുപയോഗം ചെയ്യുന്നത്. അതല്ലാതെ വേറൊന്നുമില്ല. മാത്രമല്ല, കണ്ടോ, ഇവിടെ സുന്നത്ത് മാസിക AP സുന്നികളുടെ പ്രസിദ്ധീകരണമാണ്. അതിൽ എഴുതാം, ആര് ഏതു സമയത്ത് എവിടെ വെച്ച് വിളിച്ചാലും അത് ഞാൻ കേൾക്കുകയും അതിന് പരിഹാരമുണ്ടാക്കുകയും ചെയ്യുമെന്ന് തന്നെയാണ് ഷെയ്ഖ് ജീലാനി ഇവിടെ പറയുന്നത്. ഈ വിശ്വാസം ഉള്ള ഒരാൾ ഇപ്പോൾ ഖബറിൽ ചെന്നിട്ട് മിണ്ടാതെങ്ങനെയെന്ന് വിചാരിക്കാം, എന്നാലും ശിർക്കല്ലേ. കാരണം ഖബറിൽ പോകുമ്പോൾ തന്നെ ഓരോ വിശ്വാസം എന്താ? ഞാൻ വരുന്ന ഷെയ്ഖ് അറിയുന്നുണ്ട്, ഞാൻ ഫ്ലൈറ്റിൽ കയറുന്ന ഷെയ്ഖ് അറിയുന്നുണ്ട്, എൻ്റെ ഓരോന്നും ഷെയ്ഖ് നിയന്ത്രിക്കുന്നുണ്ട് എന്നല്ലേ വിശ്വാസം. ഇപ്പോൾ CM മടവിനെ കുറിച്ചുകൂടെ പറഞ്ഞല്ലോ, മുദബ്ബിൽ ആലമാണ്, ലോകം മൊത്തം നിയന്ത്രണം CM-നാണ്. ഞാൻ നൽകി ആലോചിച്ച് പഠിച്ചോ, ഈ ഫലസ്തീനിലൊക്കെ ഈ അക്രമമൊക്കെ ഉണ്ടാകുമ്പോൾ ഈ CM മടവൂരിന് പഠിച്ചോത് കുറ്റം കിട്ടുമെന്ന് തടുക്കാൻ കഴിഞ്ഞിട്ട് തടുക്കാതൊക്കെയാണല്ലോ. ഒരു തെറ്റ് കണ്ടാൽ തടയണം എന്നാണ്. കൈ കൊണ്ട് അല്ലെങ്കിൽ നാവ് കൊണ്ട് അല്ലെങ്കിൽ കൽബ് കൊണ്ട്. ഇവരെ വിശ്വാസപ്രകാരം ഈ CM മടവൂരിന് കൈകൊണ്ടും തടുക്കാം, നാവുകൊണ്ടും തടുക്കാം, മനസ്സുകൊണ്ടും പറ്റും. അത് ഒന്നും വേണ്ട, മൂപ്പര് വിചാരിച്ചാൽ മതി അത് നിൽക്കാൻ. എന്നിട്ടും മൂപ്പര് മൗനം പാലിക്കുമ്പോൾ അത് കുറ്റകരമാണ് എന്നാണ് ഇസ്ലാമിൻ്റെ നിയമം.
പോട്ടെ, വിഷയം അതല്ല. അപ്പോൾ ഏതായിരുന്നാലും ആ ചോദ്യം തന്നെ ഇത്തരം വിശ്വാസമുള്ള ആളുകളെ സംബന്ധിച്ചു പ്രസക്തമല്ല. ഈ നബി അങ്ങനെ ലോകത്തെ വിളിച്ചാൽ കേൾക്കൂല, കാണുകയില്ല, അറിയുകയില്ല, അത്രയും കഴിവൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾ വരട്ടെ. അപ്പോൾ അയാൾ നമുക്ക് അതിൻ്റെ ബാക്കി പറഞ്ഞു കൊടുക്കാം. അതില്ലാത്ത കാലത്തോളം ആ ചോദ്യം ഈ വിശ്വാസമുള്ളിടത്തോളം നമുക്കവിടെ പ്രസക്തമേ അല്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. അത് പെരിന്തൽമണ്ണയിൽ പറഞ്ഞിട്ടുണ്ട്, അത് കാഞ്ഞങ്ങാട് പറഞ്ഞിട്ടുണ്ട്, അത് പിന്നീട് പറഞ്ഞ ഈരാറ്റുപേട്ടയിലാണ്, അത് പരപ്പനങ്ങാടി പറഞ്ഞപ്പോഴും 2 വർഷം പറഞ്ഞിട്ടുണ്ട്. പരപ്പനങ്ങാടി പറഞ്ഞതും ഫുള്ളായിട്ട് കിട്ടും, അതിന് വീഡിയോ പൂർണ്ണമായും കിട്ടും. അതിലും ഈ 2 വശവും, തവസുലിൻ്റെ വശവും ഇസ്തിഗാസൻ്റെ വശവും ശിർക്കാകുന്ന വശവും എല്ലാ വശങ്ങളും വ്യക്തമായി അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതാണ് എന്നുമുള്ളത്, അത് തന്നെയാണ് ശരിയും. അല്ലാഹു അഅലം. അപ്പോൾ ഒരു ഫൈസൽ മൗലവി അല്ലെങ്കിൽ ഒരു മുജാഹിദ് സുഹൃത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിൻ്റെ അരികിലേക്ക് പോകുന്നു. എന്നിട്ട് നബിയെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറയുന്നു. ഏത് വിശ്വാസത്തോടു കൂടെ? പല സലഫി പണ്ഡിതന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിൻ്റെ അരികിൽ പോയിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു മഹാൻ്റെ ഖബറിൻ്റെ അരികിൽ പോയിക്കൊണ്ട് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, എൻ്റെ രോഗം സുഖപ്പെടാൻ വേണ്ടി, എൻ്റെ പാപമോചനത്തിന് വേണ്ടി അങ്ങ് അള്ളാഹുവിനോട് ദുആ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ശിർക്ക് വരില്ല എന്ന് അവർ പറയാനുണ്ടായിരുന്ന കാരണം അമ്പിയാക്കൾ അവരുടെ ഖബറിൽ ജീവിച്ചിരിപ്പുള്ളവരാണ് എന്നും മരണപ്പെട്ടവർ അവർ കേൾക്കുന്നുണ്ട് എന്നതുമാണ് ഇബ്നു തൈമിയ അടക്കമുള്ളവരുടെ വിശ്വാസം. ഇബ്നു തൈമിയ ഖായിദത്തുൻ ജലിയത്തുൻ ഫി തവസ്സുലി വൽ വസീല എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, വകദാലിക്കൽ അംബിയാഉ വസ്വാലിഹൂന വഇൻകാനു അഹ്യാ ഫി ഖുബൂരിഹിം, അമ്പിയാക്കളും സ്വാലിഹ്യങ്ങളും അവർ അവരുടെ ഖബറുകളിൽ ജീവിച്ചിരിപ്പുള്ളവരാണെങ്കിലും വഇൻ ഖുദ്ദിറ അന്നഹും യദൂന ലിൽ അഹ്യാഇ, അവർ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട് എന്നുള്ളത് സങ്കല്പിച്ചാലും വഇൻ വറദത് ബിഹി ആസാറുൻ, അതുകൊണ്ട് ഹദീസുകൾ അപ്രകാരം വന്നിട്ടുണ്ട് എങ്കിലും, ഹദീസിൽ അങ്ങനെ വന്നിട്ടുണ്ടല്ലോ മരണപ്പെട്ടവർക്ക് വേണ്ടി ഖബറിൽ കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുന്നുണ്ട് എന്ന്, അങ്ങനെ ഹദീസ് വന്നിട്ടുണ്ടെങ്കിലും പിന്നെ ഫലൈസലി അഹദിൻ അയ്യത്തുലുബ മിൻഹും ദാലിക, പക്ഷെ തേടാൻ പാടില്ല എന്നേ ഉള്ളൂ. അത് കേവലം പിന്നെ അത് ബിദ്അത്ത് മാത്രമാണ്, അത് ശിർക്കാകുന്നില്ല എന്നാണ്. അപ്പോൾ അയ്യത്തുലുബ മിൻഹും ദാലിക അവിടെ ശിർക്ക് എന്ന് പറയുന്നില്ലല്ലോ. വലം യഫൽ ദാലിക അഹദുൻ, സലഫ് സാലിഹ്യങ്ങളിൽ നിന്ന് ആരും അത് ചെയ്തിട്ടില്ല. അത് ശിർക്കിലേക്കുള്ള വഴി മാത്രമാണ്, ശിർക്കല്ല എന്നുള്ള ഉറപ്പല്ലേ? നിങ്ങൾ പറഞ്ഞു ശിർക്കിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണോ? ശിർക്കിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണോ ശിർക്കല്ലയോ? ശിർക്കുൻ അസ്ഗർ ഏതും പറയാ. റിയായിനെ കുറിച്ചും ജനങ്ങൾ കാണാൻ വേണ്ടി ഇബാദത്ത് ചെയ്യുന്നതിനെ കുറിച്ചും ശിർക്കുൻ അസ്ഗർ എന്ന് പറയാ. അപ്പൊ ആ ഒരു ഇനത്തിലെ ഏത് പെടുന്നുള്ളൂ? ഖബറിന്റെ അരികിൽ പോയിക്കൊണ്ട് നബിയെ എൻ്റെ ദോഷം പുറത്തു കെട്ടാൻ വേണ്ടി അങ്ങ് അള്ളാഹുവിനോട് ദുആ ചെയ്യണം എന്ന് പറയുന്നത് കേവലം റിയാഇന്റെ ഗണത്തിൽ മാത്രമേ പെടുന്നുള്ളൂ എന്നാണ് ഫൈസൽ മൗലവി പറയുന്നുള്ളത്. അല്ല, നിങ്ങൾ തുടങ്ങിയത് എന്താ? ഒരു മുജാഹിദ് അവിടെ പോയി ചെയ്താൽ ഒരു മുജാഹിദ് ചെയ്യൂല, അത് ചെയ്താൽ ആ മുജാഹിദും അല്ല. നിങ്ങൾക്ക് എപ്പോഴും മുജാഹിദിനെ മനസ്സിലായിട്ടില്ല. ലോകത്ത് മുജാഹിദ് പല മുജാഹിദുണ്ട് പേരിലൊക്കെ. ഒരാളും ചെയ്യൂലെന്ന് ഒരാളും പറഞ്ഞിട്ടുമില്ല. ഞങ്ങളൊക്കെ എത്രയോ പ്രാവശ്യം പോയതാണ്, മദീനയിൽ എത്രയോ തവണ നമ്മളൊക്കെ പോയതാണ്. ഇന്നേ വരെ ഒരു നിമിഷത്തിൽ പോലും തോന്നിയിട്ട് അവിടെ ചെല്ലുമ്പോൾ തോന്നുന്നു പഠിച്ചോണെ ഈ ചങ്ങായിമാരെ ഇവിടെ വന്നിട്ട് ശിർക്ക് ചെയ്യുകയാണല്ലോ എന്ന് തോന്നലുണ്ട്. നിങ്ങളെപ്പോലത്തെ ഉസ്താദന്മാർ ആളെ കൊണ്ട് അവിടെ കാട്ടിക്കൂട്ടുന്നത് കാണുമ്പോൾ വേദനിക്കലുണ്ട്. റബ്ബേ, തൗഹീദ് പഠിപ്പിച്ച ഈ നബിതങ്ങളുടെ ഈ പള്ളിയിലും വന്നിട്ട് ഈ ശിർക്കാണല്ലോ ഈ ചങ്ങാതിമാർ ചെയ്യിക്കുന്നത് എന്ന വേദന ഉണ്ടായിട്ടുണ്ട്. നബിതങ്ങൾക്ക് ഇടപെടാൻ വല്ല കഴിവുണ്ടെങ്കിൽ നിങ്ങളൊന്നും അവിടെ കയറാൻ സമ്മതിക്കുന്നത് നബി ഉറപ്പാണ്. അത് അങ്ങനെ ഇടപെടാൻ പറ്റാത്തതുകൊണ്ട് തന്നെയാണ്. മരിച്ചുപോയ മനുഷ്യന്മാർക്ക് ഈ ദുന്യാവുമായി ബന്ധപ്പെടാൻ കഴിയില്ല. മരിച്ചുപോയവർക്ക് ഈ ദുന്യാവുമായി ബന്ധപ്പെടാൻ കഴിയില്ല. അത് ബർസഖി ലോകത്താണ് അവർ. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാൾ വരെയും അവർക്ക് പിന്നിൽ ഒരു ബർസഖുണ്ട്, ഒരു മറയുണ്ട്. അത് മറ്റൊരു ലോകമാണ്. ആ ലോകത്ത് കാഴ്ചയുണ്ട്, കേൾവിയുണ്ട്, സന്തോഷമുണ്ട്, ദുഃഖമുണ്ട്, കരയുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്, എല്ലാമുണ്ട് അവിടെ. അതിൽ തർക്കമില്ല. ഒറ്റ ഹദീസ് ഞാൻ പറയും, ഇമാം മുസ്ലിം അത് ഉദ്ധരിച്ചിട്ടുണ്ട്, ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് വിശദമായി റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ശുഹദാക്കൾ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഷഹീദായവർ, അവിടെ ആത്മാവുകൾ സ്വർഗത്തോപ്പിൽ പാറിക്കളിച്ചു കൊണ്ടിരിക്കും. അല്ലാഹു തആല അവരോട് പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ പറയുക. അപ്പോൾ അവർ റബ്ബേ, ഞങ്ങൾക്ക് ഇനി എന്താണ് ആഗ്രഹം? എല്ലാം കിട്ടിയല്ലോ റബ്ബേ, ഇനി എന്ത് ആഗ്രഹിക്കാൻ?
അല്ലാഹു തആല വീണ്ടും പറയും, അല്ല, എന്തെങ്കിലും ഒരു ആഗ്രഹം പറയുക. അപ്പോഴും അവർ പറയും, റബ്ബേ എന്താഗ്രഹിക്കാൻ, ഇനി ഒന്നും ആഗ്രഹിക്കാനില്ല. അല്ലാഹു തആല വീണ്ടും പറയും, നിങ്ങൾ ആഗ്രഹിക്കുക, ഞാൻ തരാം. ഇല്ല റബ്ബേ, ഒന്നും ആഗ്രഹിക്കാൻ ബാക്കിയില്ല, ഞങ്ങൾ സ്വർഗത്തെ ദേട്ടം സഞ്ചരിക്കുന്നു. ഒരാഗ്രഹം പറഞ്ഞേ പറ്റൂ എന്നാകുമ്പോൾ ശുഹദാക്കൾ ഒരാഗ്രഹം പറയും. ശ്രദ്ധിക്കാം, ശുഹദാക്കൾ ഒരാഗ്രഹം പറയും. എന്താഗ്രഹം? റബ്ബേ, അങ്ങനെയാണെങ്കിൽ ഒരാഗ്രഹമുണ്ട്, ഞങ്ങൾ ഒന്നുകൂടെ ദുനിയാവിൽ പോയി ഒന്നുകൂടെ ഷഹീദായി വരാം. ഷഹീദിന് അത്ര വലിയ മഹത്വമാണല്ലോ. അപ്പം ഞങ്ങൾ തിരിച്ചു പോയിട്ട് ഒന്നുകൂടെ ഷഹീദായിട്ട് മടങ്ങി വരാം. അപ്പം അല്ലാഹ് പറയും, ഇങ്ങോട്ട് വന്നവർ അങ്ങോട്ട് മടക്കപ്പെടുകയില്ല. ആ ആഗ്രഹം നടപ്പാകില്ല. അവിടെ ഉസ്താദ് കുത്തുബിയെ തീർത്ത് എന്നെ വിളിക്കരുതെന്ന് പോയി വരാ എന്നല്ല ആഗ്രഹം. ഒന്നുകൂടെ ദുനിയാവിൽ പോയി ഒന്നും കൂടെ ഷഹീദായി വരാൻ ആഗ്രഹം പറയുമ്പോൾ ഇല്ല, അത് മാത്രം പറയാതെ ഇങ്ങോട്ട് വന്നവർ അങ്ങോട്ട് മടക്കപ്പെടുക ഇല്ല. അതാണ് അസുലി. അത് അമ്പിയാക്കൾക്കും മൗലിയാക്കൾക്കും സ്വാലിഹീങ്ങൾക്കും അല്ലാത്തവർക്കും എല്ലാം ബാധകമാണ്. അവർ ബർസഖി ലോകത്താണ്. ആ ലോകത്ത് അവർക്ക് ഹയാത്ത്, അത് ഏത് ഹയാത്താണ്, അതൊക്കെ പണ്ഡിതന്മാർക്ക് ചർച്ചകളുണ്ട്. ഹയാത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ ദുനിയാവിലെ ഹയാത്താണോ, അത് വേറെ ഹയാത്താണോ, അത് പ്രത്യേകമായ ഘട്ടമാണോ, അതൊക്കെ ധാരാളം ഇൽമിയായ ചർച്ചകളുണ്ട്. അപ്പോൾ ആ ചർച്ചയിൽ വന്നൊരു ഭാഗമാണ് ഇതൊക്കെ. അങ്ങനെ ആ ഹയാത്തുണ്ട് വിശ്വസിച്ചു, അപ്പോൾ അവർ ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്നലക്ക് ജീവിതകാലത്ത് പോയി വർത്തമാനം പറഞ്ഞ പോലെ അവിടെ പോയി വർത്തമാനം പറഞ്ഞാൽ അത് പറ്റോ ഇല്ലേ, അതൊക്കെയാണ് അവിടുത്തെ ചർച്ചകൾ. മാത്രമല്ല ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഖായത്തുൻ ജലിയ എന്ന കിതാബ് എഴുതിയതെന്തിനാ? ഈ പറയപ്പെട്ട തവസ്സുലും ഇസ്തിഗാസും ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിക്കാനാണ്. അതിന് മാത്രം എഴുതിയ കിതാബാണ് ഖായത്തുൻ ജലിയ എന്ന കിതാബ് തന്നെ എഴുതിയത്. ഈ ഹഖ് ജാഹവർക്ക് കൊണ്ടുള്ള തവസ്സുലും അതേപോലെ ഇസ്തിഗാസയും ഇതൊന്നും പാടില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടി എഴുതിയ കിതാബാണ്. അതിലാണ് അദ്ദേഹം ഇതിൻ്റെ വ്യത്യസ്ത വശങ്ങൾ ചർച്ച. അത് പണ്ഡിതോചിതമായ ചർച്ചയാണ്. അല്ല നമ്മളാരെങ്കിലും അവിടെ പോയി കാണ്ട് ഇന്നൊന്ന് ചോദിച്ചു നോക്കിയാലോ എന്ന് ചിന്തിക്കുന്നതിനെ പറ്റി അല്ല ശൈഖുൽ ഇസ്ലാം പറഞ്ഞത്. അങ്ങനെ പലരും ചെയ്ത് ഉദ്ധരിക്കപ്പെട്ടു പോകുന്ന പല ആസാറുകൾ ഹദീസിലൊന്നും അങ്ങനെ ഇല്ല. നബി അങ്ങനെ തേടുന്നും നബി നമ്മൾ കാണുന്ന ഇടപെടുന്ന ഹദീസിലൂടെയും പറഞ്ഞിട്ടൊന്നുമില്ല. ചില ആസാറുകൾ അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെ വന്നാലും ശരി ഒരാൾക്കും ചെയ്യാൻ പറ്റൂല. നീ ശിർക്കാകുമോ? അത് ശിർക്കാകുന്നത്, ശിർക്കിലേക്ക് വഴിവെക്കുന്നതൊക്കെ ഉണ്ടാവും. പല ടൈപ്പ് ഉണ്ടാവും. ഓരോരുത്തരും വിശ്വാസം അനുസരിച്ച് മാറും. ചിലപ്പോൾ പോയത്താകും, ചിലപ്പോൾ ശിർക്കാകും, ചിലപ്പോൾ കുഫറാകും, ചിലപ്പോൾ അള്ളാഹിനെ പരിഹസിക്കലാകും, റസൂലിനെ പരിഹസിക്കലാകും. അത് ഓരോരുത്തരുടെയും നിലപാടനുസരിച്ച് അതിൽ വ്യത്യാസം ഉണ്ടാകും. അതേ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പഠിപ്പിച്ചിട്ടുള്ളൂ. അതല്ലാതെ അവരാരും അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് എവിടെ നിന്നാണെങ്കിലും ശരി, ഖബറിൽ ചെന്നാലും ശരി, അതല്ല പൊരിയിലാണെങ്കിലും ശരി, ഹസ്ബി അല്ലാ, എനിക്കല്ലാ മതി. പറയാനുള്ളത് അള്ളാഹിനോട് പറയുക, പരാതികൾ റബ്ബിന് മുമ്പിൽ അവതരിപ്പിക്കുക, റബ്ബിനോട് സങ്കടം പറയുക, റബ്ബ് തന്നതിൽ തൃപ്തിപ്പെടുക. അതാണ് നമുക്കുള്ളത്. ഒരു ഖബറിങ്ങിനും അതിനു വേണ്ടി പോകണ്ട. നീ ഖബറിങ്ങ് പോണത് എന്തിനാ? വിഷമം പറയാനല്ല, സങ്കടം പറയാനല്ല. നബി ഞങ്ങളെ പഠിപ്പിച്ചത് നിങ്ങൾ ഖബർ സന്ദർശിക്കണം. ഫസൂറുഹ, നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യണം. എന്തിന്? ഫഇന്നഹാ തുദക്കിറുക്കുമുൽ ആഖിറ, പരലോകമെന്ന ബോധമുണ്ടാവാൻ, മരിക്കുമെന്ന ചിന്തയുണ്ടാവാൻ, ദുനിയാവിൽ താല്പര്യം കുറയാൻ. ഫഇന്നഹാ തുസ്ഹിദു ഫിദ്ദുനിയ, ദുനിയാവിൽ താല്പര്യം കുറക്കാൻ. അതേപോലെ ഫഇന്നഹാ തുരിഖുൽ ഖൽബ, ഹൃദയത്തിൻ്റെ കട്ടി കുറയാൻ, കിബർ, ഉജ്ബ്, ഹസദ് ഇതൊക്കെ ഇല്ലാതാവാൻ. ഇതിനൊക്കെയാണ് ഖബറിങ്ങിന് പോകാൻ പറയുന്നത്. ഖബർ കാണുമ്പോൾ ഒരു വേദന, ഒരു സങ്കടം, പഠിച്ചോടെ എനിക്കും വേണോ മരിക്കുക, ഇവരൊക്കെ മരിച്ചുപോയി, ഞാനും മരിക്കേണ്ടവരാണല്ലോ, എന്തിനങ്ങനെ അഹങ്കാരി നടക്കുന്നത്, എന്തിനാ ഈ ശിർക്കുമായി നടക്കുന്നത്, എന്തിനാ തോന്നിവാസവുമായി പോണത്, അള്ളാഹുലേക്ക് മടങ്ങണം എന്നൊരു ബോധമുണ്ടാവാനാ ഖബറിങ്ങ് പോകാൻ പറഞ്ഞത്. അല്ല ഖബർ കാണുമ്പോഴേക്കും ചോദിച്ചു നോക്കിയാലോ എന്നല്ല മുൻഗാമികൾ പഠിപ്പിച്ചത്. അതൊന്നും ഇതിന് ഒരു തെളിവുമല്ല, അതൊന്നും എവിടെ ന്യായവുമല്ല. നമ്മെ സംബന്ധിച്ച് എവിടെ എന്ത് നേട്ടായിക്കോട്ടെ അള്ളാഹിനോട് തേടാം. അള്ളാഹ് അനുവദിച്ച സബബുകളെ ഉപയോഗിക്കാം, ഹലാലായ സബബുകളെ ഉപയോഗിക്കാം. ബാക്കി റബ്ബിനോട് നമ്മൾ പറയുക, അതാണ് ശരി. അല്ലാഹു അഅലം. പിന്നെ സലഫി പണ്ഡിതന്മാരിൽപ്പെട്ട ആളാണല്ലോ ഇബ്നു ഉസൈമീൻ അല്ലേ? അതെ, നിങ്ങൾ ചോദിക്കും. ഇബ്നു ഉസൈമീൻ്റെ ഫത്വയിൽ പറയുന്നത് നോക്കുക. സുആലുൽ മയ്യത്തി അൻ യസ്അലല്ലാഹ തആല ഔ സുആലു ഖളാഇൽ ഹാജത്തി ബൈനഹുമാ ഫർഖുൻ. സുആലുൽ മയ്യത്തി അൻ യസ്അലല്ലാഹ, മയ്യത്തിനോട് അള്ളാഹുവിനോട് ദുആ ചെയ്യണേ എന്ന് പറയലും, ഔ സുആലു ഖളാഇൽ ഹാജത്തി, അല്ലെങ്കിൽ എൻ്റെ രോഗം സുഖപ്പെടുത്തി തരണേ എന്ന് മരിച്ചവരോട് പറയുന്നതിലും പിന്നെ ബൈനഹുമാ ഫർഖുൻ, രണ്ടിൻ്റെ ഇടയിൽ വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം? രണ്ടും ശിർക്കാന്നല്ല മൂപ്പര് പറയുന്നുള്ളത് ഇബ്നു ഉസൈമീൻ. പിന്നെ
ലിയനൽ ഇതാ എന്താണ് ഫർക്കും ബൈനഹുമ ഇദാ സഅല ഖളാൽ ഹാജത്തി ഫഹാദാ ശിർക്കുൻ അക്ബർ. മനസ്സിലായില്ലേ? എൻ്റെ രോഗം സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കുൻ അക്ബർ തന്നെയാണ്. ഇനി വഇദാ സഅല യസ്അലുല്ലാഹ, എൻ്റെ രോഗം സുഖപ്പെടാൻ വേണ്ടി അങ്ങ് അള്ളാഹുവിനോട് ദുആ ചെയ്യണേ എന്ന് പറഞ്ഞാൽ അത് ഫഹിയ ബിദ്അത്തുൻ, കേവലം ബിദ്അത്ത് മാത്രമേ ആകുന്നുള്ളൂ. ഇതാണ്. അപ്പോൾ നേരത്തെ സലഫി പണ്ഡിതന്മാർ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. ഇബ്നു ഉസൈമീൻ എന്തായിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞു, മുജാഹിദുകൾ സാധാരണ പറയാറുള്ളതുമാണ്, ഈ ഭൗതികം മാത്രം ചോദിക്കുന്നതുകൊണ്ടല്ല ശിർക്ക് വരുന്നത്, അഭൗതികം ചോദിക്കുമ്പോഴാണ് ശിർക്ക് വരുന്നുള്ളത്, അല്ലേ? ഭൗതികം ജനങ്ങളോട് ചോദിക്കുമ്പോൾ ശിർക്ക് വരുന്നില്ല, അഭൗതികം ചോദിക്കുമ്പോഴാണ് ശിർക്ക് വരുന്നത്. അത് ജീവിച്ചിരിക്കുന്നവരോടായിരുന്നാലും അഭൗതികം തേടൽ ശിർക്ക് തന്നെയല്ലേ? ഇവിടെ ചോദിച്ചോളി. ഇതിപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, ഇപ്പം നമ്മൾ തുടക്കത്തിൽ ഫൈസൽ മൗലവിയുടെ മറുപടിയിൽ പറഞ്ഞു, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അഭൗതികമായ നിലക്ക് പടപ്പുകൾക്ക് വല്ലതും ചെയ്യാൻ കഴിയുമെന്നൊരാൾ വിശ്വസിച്ചാൽ തന്നെ ശിർക്കാണ്. രണ്ടാമത് അദ്ദേഹം മറുപടി പറഞ്ഞപ്പോൾ പറഞ്ഞു, ചോദ്യകർത്താവിൻ്റെ സാഹചര്യത്തിനനുസരിച്ച്, അദ്ദേഹത്തിൻ്റെ നീയത്തിനനുസരിച്ച് ചിലപ്പോൾ അത് പൊട്ടപ്പോയത്തരമാകും ചോദിക്കുന്നത്, ചിലപ്പോൾ അത് ശിർക്കാകുന്ന അവസ്ഥകളുണ്ടാവും, ചിലപ്പോൾ അത് വസീലത്ത് ശിർക്കാവുന്ന അവസ്ഥകൾ ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞു. ആ പറയുന്ന സമയത്ത് ഉത്തരം മര്യാദക്ക് കേട്ടിരുന്നുവെങ്കിൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലയുടെ ഈ മറുപടി രണ്ടാമത് ചോദ്യമായി ചോദിക്കുമായിരുന്നില്ല. കാരണം ഇത്തരത്തിലുള്ള ഖാദിരി ത്വരീഖത്തിലും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പിഴച്ച ത്വരീഖത്തിലും ജീവിക്കുന്ന ആളുകൾ അവർ അഭൗതികമായ മാർഗത്തിലൂടെ സഹായിക്കുവാൻ കഴിവുള്ളവരാണ്, ഷെയ്ഖന്മാരെന്ന് വിശ്വാസമുള്ളവരാണ്. അവരിനി ചോദിക്കണമെന്നു തന്നെയില്ല, അവരുടെ ആ വിശ്വാസം ശിർക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ടാണ് പറഞ്ഞത്, ഫാത്തിഹ ഓതിയാൽ പോലും, ഈ വിശ്വാസത്തോടു കൂടി ഫാത്തിഹ ഓതിയാൽ പോലും ഇലാ ഹളറത്തി വിളിച്ചാൽ പോലും അത് ശിർക്കാണെന്ന് പറഞ്ഞത്. അവിടെയാണ് ഒരു മുസ്തഫ്തി എന്നുള്ള നിലക്ക് ചോദ്യം ചോദിച്ചു വന്നയാൾ അദ്ദേഹത്തിന് മുഫ്തി ഫത്വ നൽകുന്ന സമയത്ത് ചോദിക്കുന്നയാളുടെ സാഹചര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് മറുപടി പറയുക. ഇവിടെയുള്ള സമസ്തക്കാർ അവർ അടിസ്ഥാനപരമായി കൊണ്ട് ഈ പറഞ്ഞ ത്വരീഖത്തുകളിൽ വിശ്വസിക്കുന്നവരാണ് എന്നതിനാൽ അത്തരം ആളുകൾക്ക് ഈ ചോദ്യം ചോദിക്കാൻ പോലുമുള്ള അവസ്ഥയില്ല എന്ന് പറഞ്ഞത്. കാരണം അവർ ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും അവർ ഉള്ളത് ശിർക്കിലാണ്. കാരണം എന്താണ്? അഭൗതിക മാർഗത്തിലൂടെ സഹായിക്കുവാനുള്ള കഴിവ് അള്ളാഹു അല്ലാത്തവർക്കുമുണ്ട് എന്നതാണ് അടിസ്ഥാന വിശ്വാസം. ഇതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ശിർക്ക് തന്നെയാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലയോട് ആര് ചോദിച്ചു, ആരുടെ അവസ്ഥ എന്ന് നോക്കിക്കൊണ്ട് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല മറുപടി പറഞ്ഞതിൻ്റെ അതേ ആശയം തന്നെയാണ് തൊട്ട് മുമ്പ് ഫൈസൽ മൗലവിയും പറഞ്ഞത്. അത് നേരത്തെ ഞാൻ തുടക്കത്തിലേ സൂചിപ്പിച്ചു, ഇത് ജയിക്കാനും തോൽക്കാനുള്ളതല്ല, മറിച്ച് മാന്യമായി വിഷയം പഠിക്കാനുള്ളതാണ്. നമ്മൾ എഴുതിക്കൊണ്ടുവന്ന ചോദ്യങ്ങൾ മുഴുവൻ ചോദിക്കുക എന്നുള്ളതല്ല, പറയുന്ന ഉത്തരങ്ങളിൽ കൂടി ശ്രദ്ധിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നു, വ അലന്നാ ലഹുൽ ഹദീദ്, ഇരുമ്പിനെ നാം അദ്ദേഹത്തിന് മാർദ്ദവമാക്കി കൊടുത്തിരുന്നു. അഥവാ തഫ്സീറുകൾ കാണാം, അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് എത്ര കട്ടിയുള്ള ഇരുമ്പും കയ്യിലേക്ക് അങ്ങ് കിട്ടുമ്പോഴത്തേക്ക് ഗോതമ്പ് മാവ് പോലെ വളക്കാനുള്ള ശേഷിയുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ആ ഒരു മൊയ്ജിസത്ത് അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്തു. ഈ കൊടുത്ത മൊയ്ജിസത്തിൽ നിന്നും ജനങ്ങൾ പോയിക്കൊണ്ട് എനിക്കൊരു പടയങ്കി നെയ്ത് തരണേ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മഹാനവറുകൾ എന്താക്കുന്നു? പടയങ്കി നെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഈ വന്ന ആവശ്യപ്പെടൽ ശിർക്കാണെങ്കിൽ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ പടയങ്കി നെയ്ത് കൊടുക്കുമായിരുന്നോ? അഭൗതികമായ കഴിവാണല്ലോ. ഇരുമ്പ് കയ്യിലേക്ക് കിട്ടുമ്പോഴത്തേക്ക് ഗോതമ്പ് മാവ് പോലെ വളക്കാനുള്ള ശേഷി ഉണ്ടാകുക എന്നുള്ളത് സാധാരണ മനുഷ്യൻ്റെ കഴിവിൽപ്പെട്ട കാര്യമല്ല, അത് അസാധാരണ കഴിവാണ്, മൊയ്ജിസത്ത് തന്നെയാണ്. അപ്പോൾ അത് തേടിയാൽ അത് ശിർക്ക് വരുമോ ഇല്ലയോ? ശരി, നമ്മളൊക്കെ സ്വന്തമായി വീടുള്ളവരാണ്, താമസിക്കുകയാണ്. നമ്മളാരെയും ഇന്നേ വരെ ഒരു ഇരുമ്പും പണിക്ക് ദാവൂദ് നബിയെ വിളിച്ചൊന്നിട്ട് അന്ന് വിളിച്ചിട്ടില്ല. അപ്പോൾ വ്യത്യാസം ഉണ്ട്, മനസ്സിലായല്ലോ. അന്ന് വിളിച്ച് പറഞ്ഞുതരാം, അത് പറഞ്ഞുതരാം. അതാണ് വ്യത്യാസം, വളരെ ക്ലിയറാണ് അൽഹംദുലില്ലാ. അപ്പോൾ ഇത്രയും ഇരുമ്പ് പണിക്കുണ്ടെങ്കിൽ ഖുർആനിൽ വ്യക്തമായ ആയത്തുണ്ടായിട്ടും
അമ്പിയാക്കളുടെ എല്ലാ മുഴുവത്തും അറിഞ്ഞിട്ടും നിങ്ങളോ ഞാനോ ഇന്നേ വരെ ഒരു കെട്ട് കമ്പി ഇറക്കിയിട്ട് ദാവൂദ് നബിയെ ഒന്ന് വളച്ചു തരണേ എന്ന് പറഞ്ഞിട്ടില്ല. അത് നമ്മളപ്പോഴും ഇന്ത്യക്കാരെയും ബംഗാളികളും തേടി പോവുകയാണ്. ഓർക്ക് വല്ല കറാമത്തുണ്ടോ? ഇല്ല താനും. ഇതാണ് വ്യത്യാസം. അത് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ മൊയ്തീൻ ഷെയ്ഖിനെ ഇപ്പോൾ വിളിച്ചിട്ട് കാര്യമില്ല. അതാണ് ജീവിതം വേണം നമ്മൾ വ്യത്യാസം പറഞ്ഞത്. മൊഹിദ്ദീൻ ഷെയ്ഖ് കറാമത്തുണ്ടാവാം, ഇല്ലാതിരിക്കാം. അമ്പിയാവിനൊക്കെ മുഴുജത്തുണ്ട്, ഔലിയാവിന് കറാമത്തുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. അതൊന്നും യഥേഷ്ടം എവിടെയും എപ്പോഴും ലോകം മൊത്തം നിയന്ത്രിക്കാനും ലോകം മൊത്തം കൊണ്ടാക്കാനുള്ള ഒരു കഴിവല്ല. അതാണ് വ്യത്യാസം. മുഴുജത്ത് എന്നത് അല്ലാഹു തആല ഓരോരുത്തരുടെയും നുബുവത്ത് സ്ഥാപിക്കാൻ, ഞാൻ നബിയാണ് എന്ന് വാദിക്കുമ്പോൾ നബി അല്ല എന്ന് എതിരാളികൾ പറയും. അപ്പോൾ ആണെന്ന് ബോധ്യപ്പെടുത്താൻ തക്ക അടയാളങ്ങളെ അല്ലാഹു തആല നൽകും. അതാണ് മുഴുജിയത്ത്. അത് കണ്ടവർ, അത് പരീക്ഷിച്ചറിഞ്ഞവർ, അത് ചോദിച്ചവർ, അത് നിഷേധിച്ചവർ എല്ലാം ഉണ്ടാകും അക്കാലത്ത്. അപ്പോൾ ആ കാലത്തൊരു ഇരുമ്പുമായി ചെന്നതൊന്ന് വളച്ചിടോ ചോദിക്കാം, ഒരു കുഴപ്പമില്ല. ദാവൂദ് അലൈഹിസ്സലാം വഫാത്തായതോടുകൂടി അത് കഴിഞ്ഞല്ലോ. ഇപ്പം നിങ്ങളും വിളിക്കുന്നില്ല, ഞാനും വിളിക്കുന്നില്ല. അങ്ങനെ വിളിച്ചാലോ നിങ്ങളും പറയാം അതൊന്നും കാര്യമില്ല, പണിക്കാരെ വിളിച്ചോന്നറിയും. ഒരുത്തൻ കമ്പി ഇറക്കിയിട്ടുണ്ട്, പണിയെടുക്കുന്നില്ല. അപ്പം നിങ്ങൾ ചോദിച്ചാൽ എന്താടാ പണിയെടുക്കാത്തത്? അല്ല, ഞാൻ ദാവൂദ് നബിയെ ദിവസം 1000 പ്രാവശ്യം വിളിക്കുന്നുണ്ട്, അദ്ദേഹം ഹാജരാകുമെന്ന് എനിക്ക് ഉറപ്പാണ്, അദ്ദേഹത്തെ കാത്തിക്കാണ് ഇത് വളക്കാൻ വേണ്ടി. ചങ്ങാതെ വേണേ പണിക്കാരെ വിളിച്ച് പണിയെടുപ്പിച്ചോ, അതൊന്നും ശരിയാവില്ല എന്ന് നിങ്ങളും പറയില്ലേ. അപ്പം ജീവിതവും മരണവും വ്യത്യാസമുണ്ട്. നേരത്തെയും നിങ്ങൾ ചോദ്യം അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞു ജീവനുള്ള മനുഷ്യന്മാരോടും അബോധികമായി ചോദിക്കാൻ പറ്റുന്നല്ലോ എന്നാണ്. അതിനുള്ള ഉത്തരമാണ് അത്. മുഴുജിയത്ത് കൊണ്ട്, കറാമത്ത് കൊണ്ട് ജീവിതകാലത്ത് ദുആ ചെയ്യാൻ പറഞ്ഞതുണ്ട്, അത് പ്രകടിപ്പിക്കാൻ ആവശ്യപ്പെട്ടതുണ്ട്, അത് വെല്ലുവിളിച്ചതുണ്ട്, അത് മുഖേന അവരോട് സഹായങ്ങൾ ചോദിച്ചതുമുണ്ട്. അതിലൊന്നും ആർക്കും തർക്കമില്ല. എന്നാൽ അതവർക്ക് സ്വതന്ത്രമായി കൈകാര്യം ചെയ്യാനുള്ള കഴിവായിട്ട് നൽകപ്പെട്ടതാണോ എല്ലാ മുഴുജത്തും? അല്ല. ഓരോ മുഴുജത്തിൻ്റെ പ്രകൃതമനുസരിച്ച് അതിൽ വ്യത്യാസം ഉണ്ടാകും. ഇപ്പം ചിലത് അറിവ് നൽകപ്പെടുക മുഴുജത്താണ്. അപ്പോൾ ആ അറിവ് നമുക്ക് ചോദിക്കാൻ പറ്റും, അവർ പറഞ്ഞുതരും. ദുആക്ക് ഇജാബത്തുണ്ടാവുക അത് മുഴുജത്താണ്, കറാമത്തായിട്ടും വരും. അപ്പോൾ ദുആ ചെയ്യാൻ ആവശ്യപ്പെടുക, അത് ചെയ്യാൻ പറ്റും. ജീവിതകാലത്ത് പോയി ആവശ്യപ്പെട്ടു, അവർ ദുആ ചെയ്തു, അള്ളാഹു സ്വീകരിച്ചാൽ നമുക്ക് ഇജാബത്ത് കിട്ടും. നബിയുടെ മുമ്പിൽ വന്ന് പലപ്പോഴും ആവശ്യപ്പെട്ടു നബിയെ ദുആ ചെയ്യണം. നബി നിങ്ങൾ ദുആ ചെയ്തു, മഴ വർഷിച്ചു, രോഗം സുഖപ്പെട്ടു, എല്ലാം ഉണ്ടായിട്ടുണ്ട്. അത് അവിടെ അവസാനിച്ചു. ഏതും അങ്ങനെ തന്നെ കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു സുലൈമാൻ നബിക്ക്. സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി ഓർഡർ ഇട്ടാൽ ആ കാറ്റ് സഞ്ചരിക്കും. അപ്പോൾ സുലൈമാൻ നബിയോട് പോയിട്ട് അന്ന് ആളുകൾ പറയും ഇന്ന ആവശ്യമുണ്ട്, നിങ്ങൾ കാറ്റിനെ ഉപയോഗിച്ച് ഇതൊന്നും അവിടെ എത്തിച്ചേരണം. അദ്ദേഹം എത്തിച്ചു കൊടുക്കും. സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷമോ ഒരാൾ പോലും പിന്നെ പോയില്ല. ദാവൂദ് നബിയുടെ വഫാത്തിന് ശേഷമോ ഒരാൾ പോലും പോയില്ല. അപ്പോൾ അത് ക്ലിയറാണ്. നമ്മുടെ നാട്ടിലോ ജീവിതം പറഞ്ഞ വ്യത്യാസമല്ല, വഫാത്തായ കഴിവ് കൂടുന്നാണ് ഉസ്താദന്മാർ പഠിപ്പിക്കുന്നത്. വഫാത്തായാൽ കഴിവ് കൂടും. ജീവിതകാലത്തുള്ളതിനേക്കാൾ ഏറെ കഴിവ് വഫാത്തിന് ശേഷം ഉണ്ടാകും. അവിടെ ജീവിതകാലത്തേക്ക് ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം, ഉറങ്ങണം, ക്ഷീണം ഉണ്ടാകും, ദാഹമുണ്ടാകും, മരിച്ചാതൊന്നുമില്ല. അപ്പോൾ അത്രയും കൂടി ഫ്രീ ആയി കിട്ടി. അപ്പോൾ അവർക്ക് യഥേഷ്ടം ചെയ്യാൻ പറ്റും എന്ന് പഠിപ്പിക്കുന്നത് ഇസ്ലാമികമല്ല. അതാണ് വ്യത്യാസം. പിന്നെ അഭൗതികമായ കാര്യം ജീവനുള്ള മനുഷ്യന്മാർ ചോദിക്കാൻ പറ്റുമോ? ഭൗതികമായ കാര്യം ചോദിക്കാൻ പറ്റുമോ? അതിലൊക്കെ ചില വിശദാംശങ്ങളുണ്ട്. അഭൗതികം കേൾക്കുമ്പോഴേക്ക് എന്തോ ഭയങ്കര സംഭവമാണെന്ന് വിചാരിക്കണ്ട. ഒരു കാര്യം 4 രൂപത്തിൽ വരാം. ഒരു കാര്യം ഭൗതികമാകാം, അഭൗതികമാകാം. ഭൗതികമായ കാര്യം ഭൗതികമാർഗത്തിൽ ആവശ്യപ്പെടാം, അഭൗതിക മാർഗത്തിൽ ആവശ്യപ്പെടാം. അഭൗതികമായ കാര്യം ഭൗതിക മാർഗത്തിൽ ആവശ്യപ്പെടാം, അഭൗതിക മാർഗത്തിൽ ആവശ്യപ്പെടാം. ഇത് 4 വിധിയാണ്. മനസ്സിലായിട്ടുണ്ടാവില്ല. രോഗം മാറുക ഒരു കാര്യമാണ്. അതിൽ 2 മാർഗത്തിൽ പരിഹാരമുണ്ട്. ഒന്ന്, രോഗം മാറാൻ ആവശ്യമായ ഭൗതികമായ വഴികൾ ചെയ്തു തരിക, മരുന്ന് തരിക, ചികിത്സിക്കുക, പരിശോധിക്കുക. അതൊക്കെ ഈ കാര്യത്തിൽ ഭൗതികമായ മാർഗമാണ്. അത് നമുക്ക് ആരോടുമാകാം, ജാതി മതഭേദമന്യേ ആ രംഗത്ത് കഴിവുള്ള ഏത് ഡോക്ടറെയും ഏത് വൈദ്യരെയും സമീപിക്കാം. എന്നാൽ രോഗം മാറുക എന്ന കാര്യം അഭൗതികമായ മാർഗത്തിൽ നേടലുണ്ട്. അതെന്താ? രോഗം ശിഫയാക്കി തരുക. അതിന് അള്ളാഹിനോട് മാത്രമേ തേടാൻ പറ്റുള്ളൂ. അത് ഡോക്ടറോടും പറ്റൂല, ഔലിയാക്കന്മാരോടും പറ്റൂല.
ജീവിച്ചിരിപ്പോൾ നബിയോടും പറയാൻ പറ്റില്ല, രോഗം ഷിഫയാക്കി തന്നെ പറയാൻ പറ്റുമോ? പറ്റൂല. ഷിഫയാകാൻ പ്രാർത്ഥിക്കണേ എന്ന് പറയാം. എന്നെ രോഗം ഷിഫയാക്കി തരണേ എന്ന് നബിയോട് ജീവിതകാലത്ത് ചോദിക്കാൻ പറ്റുമോ? പറ്റൂല. കാര്യത്തിന് അഭൗതികമായ മാർഗത്തിൽ പരിഹാരം തേടലാണ്. ആ പരിഹാരം അള്ളാഹ്ക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ. ഇനി അഭൗതികമായ കാര്യം, സ്വർഗത്തിൽ പ്രവേശിക്കുക, അതിന് ഭൗതികമായ മാർഗത്തിൽ പരിഹാരം തേടാം. ഇപ്പം നിങ്ങളത്തെ ഒരാൾ വരെ ഉസ്താദേ എനിക്ക് സ്വർഗത്തിൽ പോകണം, ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ എനിക്കൊരു വഴി പറഞ്ഞു തരണം. അപ്പം നിങ്ങൾ ഇരുത്തി അയാൾക്ക് നല്ല തൗഹീദൊക്കെ പഠിപ്പിച്ചു കൊടുത്തു, സുന്നത്തൊക്കെ പഠിപ്പിച്ചു കൊടുത്തു എങ്കിൽ അതൊരു പരിഹാരമാണ്. അഭൗതികമായ കാര്യത്തിന് ഭൗതികമായ വഴികൾ പറഞ്ഞെടുത്തു. ഇത് ശിർക്കാണോ? അല്ല. ഇതേ കാര്യത്തിന് അഭൗതികമായ മാർഗത്തിന് പരിഹാരം തുടങ്ങി എനിക്ക് സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചരണേ എന്ന് പറഞ്ഞു. അത് അള്ളാഹുവിനോട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നു അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്ന. അത് നബിയോട് പറ്റോ? ഇല്ല. വലിയനോട് പറ്റോ? ഇല്ല. ഇതാണ് ഇതിലുള്ള വ്യത്യാസം. അതുകൊണ്ട് തന്നെ കറാമത്താവട്ടെ മുഴുജത്താവട്ടെ അതൊന്നും യഥേട്ടം കൈകാര്യം ചെയ്യാനുള്ള കഴിവോ ലോകത്തൊന്നും വിളിക്കാനുള്ള ലൈസൻസോ അങ്ങനെ വിളിച്ചാൽ അവർ ഓടിയെത്തുമെന്നോ അവർ സഹായിക്കുമെന്നോ ഒന്നും ആരും മനസ്സിലാക്കിയിട്ടില്ല. ഇനി ദാവൂദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിട്ടുള്ള കാലത്തും അദ്ദേഹത്തിന് ഇരുമ്പ് അല്ലാഹ് അധീനപ്പെടുത്തി കൊടുത്തു അല്ലാഹ് പറഞ്ഞു. അതിനർത്ഥം ലോകത്ത് എവിടെയുള്ള എല്ലാ ഇരുമ്പും അദ്ദേഹം ഇങ്ങനെ വളക്കുന്നതാണോ? അല്ലല്ലോ. ദാവൂദ് സ്വലാം ആ നാട്ടിൽ നിന്നിട്ട് ഇന്ത്യയിൽ ആ ഇരുമ്പ് വളയട്ടെ എന്നാണ് വിചാരിച്ചത്. വളയോ? ഇല്ല. ദാവൂദിയുടെ മുമ്പിലേക്ക് ഇരുമ്പുമായി ചെന്ന് ഇതൊന്ന് വളച്ച് ചോദിച്ചാൽ പിടിക്കും, വളക്കും, അപ്പം വളയും. അല്ലാതെ അത് വളയട്ടെ എന്ന് വിചാരിക്കുമ്പോൾ അത് വളയാം. വല്ലോരു വസ്തോട് കുന്നെന്ന് ചൊല്ലുകിൽ ബിരികെ ഉരുവാകുമെന്ന് പറഞ്ഞോവർ ഇഫാഴിമാര. ഏതെങ്കിലും വസ്തുവിനോട് കുൻ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ അങ്ങ് ആയിത്തീരും. റിഫായി ഷെയ്ഖ് അതില്ല, അതുണ്ടാവില്ല. റിഫായി ഷെയ്ഖ് ഒരു വസ്തുവിനോട് കുൻ അത് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ മതി, അപ്പം അതുണ്ടാകും. അതില്ല, അതല്ല മുഴുജത്ത്, അതല്ല കറാമത്ത്. എന്നോട് ഏകൽ ഉടയവൻ തൻ്റെ ഏകൽ ആകെന്ന് ഞാൻ ചൊല്ലില്ലാകും അതെന്നോവർ മൊഹിദിമാല. എൻ്റെ ഏകൽ ഉടയവൻ്റെ ഏകൽ തന്നെയാണ്, എൻ്റെ കൽപ്പന അള്ളാഹുവിൻ്റെ കൽപ്പന തന്നെയാണ്. അതുകൊണ്ട് ആകട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ അതങ്ങനെ ആയിത്തീരും. അതുമില്ല. അത് ദാവൂദ് നബി ഇസ്ലാമയും പറഞ്ഞിട്ടില്ല. ദാവൂദ് നബിക്കും പരിമിതിയുണ്ട്. ഇരുമ്പ് വളക്കാൻ കഴിയുന്നതിനടുത്ത് നമ്മൾ സാധാരണ കയറ് വളക്കുന്ന പോലെ ദാവൂദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുമ്പ് പിടിച്ച് വളച്ചാൽ വളയുമായിരുന്നു. അതിന് ഇരുമ്പുമായി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലണം, അദ്ദേഹത്തെ കാണണം, ഇരുമ്പ് കയ്യിൽ കൊടുക്കണം, അദ്ദേഹം പിടിക്കണം, അദ്ദേഹം വളക്കണം, അപ്പോഴേ വളയുള്ളൂ. അല്ലെ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് വളയട്ടെ എന്ന് വിചാരിക്കുമ്പോൾ അതുകൊണ്ട് വളയതല്ല. അങ്ങനത്തെ ഏർപ്പാടല്ല മുഴുജത്ത്, അതല്ല കറാമത്ത് എന്ന് നമ്മൾ തിരിച്ചറിയുക. അല്ലാഹു അക്ബർ. അപ്പോൾ നിങ്ങൾ പറഞ്ഞ് ഇന്ന് നമ്മളിപ്പോൾ ദാവൂദ് നബിനെ വിളിക്കുന്നുണ്ടോ, 1000 വട്ടം വിളിക്കുന്നുണ്ടോ എന്ന്. ഇന്നത്തെ വിളിയല്ല, ഞാൻ ചോദിച്ച അന്നത്തെ വിളിയാണ്. അന്ന് ജീവിച്ചിരിക്കുന്ന ദാവൂദ് നബി അലൈഹി സ്വലാമിനോട് നിങ്ങളെ വാദം എന്താ? അബൗദികമായ മാർഗത്തിലൂടെ ജീവിച്ചിരിക്കുന്നവരോടായിരുന്നാലും മരണപ്പെട്ടവരോടായിരുന്നാലും സഹായം തേടൽ ശിർക്കാണ് അല്ലേ? ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കയ്യിൽ കിട്ടിയ ഇരുമ്പ് യഥേഷ്ടം ഗോതമ്പ് മാവ് പോലെ വളക്കാൻ കഴിവുള്ള ആ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പോയിക്കൊണ്ട്, അതായത് മനുഷ്യ കഴിവിന് അതീതമായ കാര്യം എനിക്കൊന്ന് ചെയ്തു തരണേ എന്ന് പറഞ്ഞാൽ, മുജാഹിദിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് ശിർക്കാണ്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് എനിക്കൊരു ഇരുമ്പ് വളച്ചുകൊണ്ട് പടയങ്കി ആക്കിക്കൊണ്ട എന്ന് പറഞ്ഞാൽ മുജാഹിദിൻ്റെ ആശയപ്രകാരം ശിർക്കാണ്. കാരണം എന്താ? കറാമത്ത് മുഅ്ജിസത്തൊന്നും അള്ളാഹു ജനങ്ങൾക്ക് കൊടുത്തിട്ടില്ല. അത് ചോദിക്കേണ്ട അള്ളാഹുവിനോടാണ്, സൃഷ്ടികളോട് ചോദിക്കാൻ പാടില്ല. ഇതല്ലേ മുജാഹിദിൻ്റെ വാദം. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞു സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കാറ്റ് കൊടുത്തപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാമിനോട് എന്നെ ഒന്ന് മസ്ജിദുൽ അഖ്സയിലേക്കൊന്ന് കൊണ്ടുപോയിക്കൊണ്ടാ എന്ന് പറഞ്ഞാൽ അത് ശിർക്കല്ല എന്ന് പറഞ്ഞു. മുജാഹിദിൻ്റെ ഭാഷ പ്രകാരം അത് ശിർക്കാവണ്ടേ? കാരണം കറാമത്ത് മുഅ്ജിസത്ത് അള്ളാഹ്ക്കും കൊടുത്തിട്ടില്ലല്ലോ. കൊടുക്കപ്പെടാത്തത് സൃഷ്ടികളോട് ചോദിക്കൽ ശിർക്കല്ലേ? അപ്പോൾ ദാവൂദ് നബിനോട് ഇരുമ്പ് വളച്ചുകൊണ്ടാന്ന് പറയലും സുലൈമാൻ നബി അലൈഹി സ്വലാമിനോട് എന്നെ ഒന്ന് അങ്ങോട്ട് മസ്ജിദുൽ അഖ്സയിലേക്ക് എത്തിച്ചുകൊണ്ടാ, മക്കയിലേക്ക് എത്തിച്ചുകൊണ്ടാന്ന് പറയലും ശിർക്ക് തന്നെയാണ്. കാരണം അത് സൃഷ്ടികളോടുള്ള തേട്ടമാണ്. അത് അബൗദികമായ മാർഗത്തിലൂടെ തേടൽ ശിർക്കാണെന്നാണ് മുജാഹിദ് വാദം. എന്നാണ് നിങ്ങൾ പറയണത്? അല്ല, മുജാഹിദിന് അങ്ങനെ വാദമല്ല. പിന്നെ എങ്ങനെയാ വാദം ഉള്ളത്? മുജാഹിദ് വാദം ഞങ്ങൾ പറഞ്ഞോളാം, നിങ്ങളെ വാദം പറഞ്ഞോളി. ഇത് മുജാഹിദ് വാദം നിങ്ങൾ പറയാം, ചോദ്യം നിങ്ങൾ ചോദിക്കുക, ഉത്തരം നിങ്ങൾ പറയാം. എന്താ അതല്ല വാദം. അങ്ങനെ ഒരു അഭൗതികമായ കഴിവും ഇവിടെ കറാമത്ത് മുഴുവത്ത് കൊടുത്തിട്ടില്ല എന്നല്ല. കറാമത്ത് മുഴുവത്ത് യഥേട്ടം ഉപയോഗിക്കാവുന്ന കഴിവല്ല.
അതുകൊണ്ടാണ് ദാവൂദ് നബി ഇസ്ലാം ജീവിച്ചിരിപ്പുള്ള കാലത്തും അന്ന് നിങ്ങളും ഞാനും ജീവിച്ചിരിപ്പുണ്ട് വിചാരിക്കുക. ഇവിടെ നമ്മൾ ഇവിടെ നിന്നിട്ട് വിളിക്കുക, ദാവൂദ് നബിയെ നിങ്ങൾക്ക് അല്ലാഹ് ഇരുമ്പ് കീഴ്പ്പെടുത്തിയല്ലോ, എൻ്റെ ഇരുമ്പൊന്ന് വളച്ചു തരണേന്ന് ഇവിടുന്ന് തേടിയാൽ ശിർക്ക് തന്നെയാണ്. അതാണ് അബൗദികമായ തേട്ടം, അതാണ് അബൗദികമായ മാർഗത്തിലെ തേട്ടം. മറ്റതോ ഇരുമ്പുമായി ചെല്ലുന്നു, കാണുന്നു. ഇതുപോലെ ഞാനും നിങ്ങളും കയറ് വളക്കുന്ന പോലെ ദാവൂദ് അലൈഹി വസ്സലാം ഇരുമ്പ് വളക്കും. അപ്പോൾ ഇരുമ്പുമായി ചെല്ലാം, ഇതൊന്ന് വളച്ചരുമെന്ന് ചോദിക്കാം. ഇവിടെ ഇരുന്നിട്ട് ദാവൂദ് നബിയെ എൻ്റെ ഇരുമ്പൊന്ന് വളച്ചരണേന്ന് പറഞ്ഞാലോ ശിർക്ക് തന്നെയാണ്. അങ്ങനെ കഴിവ് ദാവൂദ് നബിക്കുണ്ടോ? ഇല്ല. സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹ് കീഴ്പ്പെടുത്തി കൊടുത്തു കാറ്റിനെ. ഇനി അവിടെ എന്താ മുഴുജിയത്ത് അത് മനസ്സിലായിക്കൂടി. അപ്പം അങ്ങനെ കഴിവ് കിട്ടിയില്ലെന്നാണല്ലോ. എന്താ മുഴുജിയത്ത്? കാറ്റിനെ കീഴ്പ്പെടുത്തിയ മാർഗമാണ് മുഴുജിയത്ത്. നല്ലോണം ശ്രദ്ധിക്കാം. കാറ്റിനെ കീഴ്പ്പെടുത്തിയത് മുഴുജിയത്ത്. കീഴ്പ്പെടുത്തി കിട്ടിയാലോ ആ കാറ്റിനെ ഉപയോഗപ്പെടുത്താം. ഇപ്പം ഈ കാറ്റ് ഇവിടെ ഞങ്ങൾക്ക് കീഴ്പ്പെടുത്തിയിട്ടുണ്ട്, ഇത് മുഴുജിയത്തല്ല. ഇത് അങ്ങോട്ട് തിരിച്ചാൽ അങ്ങോട്ട് തിരിയും, ഇങ്ങോട്ട് തിരിച്ചാൽ അങ്ങോട്ട് തിരിയും. അത് കറാമത്തും അല്ല. സുലൈമാൻ നബിക്ക് കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു. എങ്ങനെ? അല്ലാഹു അലം, അല്ലാഹ് നിശ്ചയിച്ചു കൊടുത്തു. ആ കീഴ്പ്പെടുത്തിയ കഴിവ് സുലൈമാൻ നബിൻ്റെ കഴിവല്ല. അല്ലാഹ് കീഴ്പ്പെടുത്തി കൊടുത്ത കാറ്റിനെ ഉപയോഗിക്കുകയാണ് സുലൈമാൻ ഇസ്ലാം ചെയ്തത്. ഇരുമ്പ് വളക്കാനുള്ള സിദ്ധി, കഴിവ് ദാവൂദ് നബിക്ക് ഉണ്ടായത് എങ്ങനെ? അതാണ് മുഴുജിയത്ത്. ദാവൂദ് നബി വളച്ചാൽ വളയും. അത് എങ്ങനെ വളയലുണ്ടായി? അത് ദാവൂദ് നബിയുടെ പ്രത്യേകതയാണോ? അത് അള്ളാഹു തന്നെ നിശ്ചയിച്ച മുഴുജിയത്താണ്. ഏതുപോലെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ആയത്ത് ഓതും, ഖുർആൻ മുഴുജിയത്തല്ലേ? ആണ്. അതിനർത്ഥം നബിയെ എനിക്കൊരു ആയത്ത് ഇറക്കി തരി എന്ന് പറയാൻ പറ്റുമോ? എല്ലാ ആയത്തും നബിക്കാണ് കിട്ടിയത്. നബിക്കുള്ള മുഴുജിയത്ത്, ഏറ്റവും വലിയ മുഴുജിയത്ത് ഖുർആൻ. ഒരാൾ ഇപ്പോൾ ചോദിക്കാം, മുഹമ്മദ് നബിയെ എനിക്ക് ഒരു 10 ആയത്ത് വേണം, നിങ്ങളൊന്ന് അവതരിപ്പിച്ച് തരുമോ എന്ന് ചോദിച്ചാലോ ശിർക്ക് തന്നെയാണ്. അപ്പം മുഴുജിയത്ത് എന്നുള്ളത് അല്ലാഹു തആല അവരോട് പ്രകടിപ്പിച്ച അലാമാത്തുകൾ, അടയാളങ്ങളാണത്. ആ അലാമത്ത് അവർ ഉപയോഗപ്പെടുത്തി. വടി താഴെയിട്ടപ്പോൾ സർപ്പമായി മാറി മൂസാ നബിക്ക്. ആ വടിയെ സർപ്പമാക്കുക എന്ന കഴിവ് മൂസാ നബിക്കുണ്ടോ? ഇല്ല. വടിയെ സർപ്പമാക്കുക എന്ന കഴിവ് മൂസാ നബിക്കില്ല. അതുകൊണ്ടാണ് വടി സർപ്പമായപ്പോൾ മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ച് പിന്മാറിയത്. സ്വന്തം കഴിവാണെങ്കിൽ പേടിക്കോ? ഇല്ല. ഫിർഔനിൻ്റെ ആളുകൾ വന്ന് അവരുടെ വടിയും കാര്യം താഴെ ഇട്ടപ്പോഴും മൂസാ നബിയുടെ മനസ്സിൽ പേടി അദ്ദേഹം മറച്ചു വെച്ചു. ശരിക്കെന്താ വേണ്ട? ഒക്കെ ഇടടാ, കാണിച്ചു തരാ, എൻ്റെ വടി ഇവിടെ ഉണ്ട് എന്നല്ലേ? അല്ല, അദ്ദേഹം പേടിച്ചു. അല്ലാഹ് വിളിച്ചു, പേടിക്കണ്ട. അപ്പം വടിയെ പാമ്പാക്കുക, ആ പാമ്പ് മറ്റു പാമ്പുകളെ വിഴുങ്ങുക, ആ കഴിവ് മൂസാ നബിക്കില്ല. അല്ലാഹു തആല ആ വടി ഇടാൻ പറയുന്നു, അപ്പം ഇടുന്നു. ഇടുമ്പോൾ അല്ലാഹു തആല അതിനെ പാമ്പാക്കി മാറ്റുന്നു. അതാണ് ഈ എല്ലാത്തിലും ഉള്ളത്. അതല്ലാതെ ഒരു കറാമത്ത് കേൾക്കുമ്പോഴേക്ക് അവിടെ പോയി ചോദിക്കാമെന്നല്ല. ഇനി മറിയം ബീവിൻ്റെ കറാമത്താണല്ലോ ഭർത്താവില്ലാതെ ഗർഭിണിയായിരുന്നത്. അത് കൊടുത്ത കഴിവാണ്. എങ്ങനെ നമ്മൾ ചോദിക്കാൻ പറ്റുന്നത്? ഒരു പെണ്ണ് ചോദിക്കാം, മറിയം ബീവി നിങ്ങൾക്ക് ഭർത്താവില്ലാതെ കുട്ടി ഉണ്ടായല്ലോ, എനിക്കും ഏതായാലും ഭർത്താവൊന്നും വേണ്ട, ഒരു കുട്ടി ഉണ്ടായി കിട്ടിയാൽ മതി, ഒരു കുട്ടിയെ തരണേ എന്ന് തേടാൻ പറ്റുമോ? അങ്ങനെ തേടി നമ്മളൊക്കെ എന്താ പറയുക? എന്താ ഇപ്പം കൊടുത്ത കഴിവല്ലേ? ഖുർആൻ പറഞ്ഞതല്ലേ? ഖുർആൻ പറഞ്ഞതാണ്. അപ്പം കറാമത്ത് കേൾക്കുമ്പോഴേക്കോ നമുക്ക് തേടാൻ ചാൻസായി പോയി എന്നല്ല. കറാമത്തും ഈ തേട്ടവും ഒരു ബന്ധവുമില്ല. കറാമത്ത് വേറെ, തേട്ടം വേറെ. മുഴുജത്ത് വേറെ, തേട്ടം വേറെ. അത് കൂട്ടിക്കുഴച്ചതാണ് പറ്റിയ അബദ്ധം. അതുകൊണ്ട് തന്നെ ഏത് മുഴുജത്താവട്ടെ, ഇത് കറാമത്താവട്ടെ, മുഴുജത്താകുമ്പോൾ ആ നബി നബിയാണ് എന്നതിന് തെളിവായിട്ട് അല്ലാഹു തആല പ്രകടിപ്പിക്കുന്ന കാര്യമാണ്. കറാമത്തുണ്ടാവൽ ഷർത്തേ അല്ല. കറാമത്ത് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. കറാമത്ത് ഉണ്ടായത് കൊണ്ട് മാത്രം ഒരാൾ വലിയ ആകണമെന്നുമില്ല. ഞാണെങ്കിൽ തന്നെ അയാൾ ജീവിതകാലം മുഴുവൻ അങ്ങനെ തന്നെ നിലനിൽക്കണമെന്നുമില്ല. കറാമത്ത് ഉള്ള ആളേക്കാൾ കറാമത്ത് ഇല്ലാത്ത ആൾക്കാണ് അഫ്ളൽ എന്ന് തഫ്സീർ റാസിയിലൊക്കെ കാണാം, സൂറത്തുൽ കഹ്ഫിന്റെ വിശദീകരണത്തിൽ. അതുകൊണ്ട് തന്നെ കറാമത്ത് മുഴുജത്ത് എന്നുള്ളത് അള്ളാഹുവിലേക്ക് മനുഷ്യന്മാരെ അടുപ്പിക്കാനാണ്, റബ്ബിലേക്ക് വിളിക്കാൻ, അള്ളാഹിൻ്റെ മഹത്വം പഠിപ്പിക്കാൻ, അള്ളാഹിനെക്കുറിച്ച് പരിചയപ്പെടുത്താൻ. അതിനാണ് കറാമത്ത് മുഴുജത്തൊക്കെ. അല്ലാതെ അവരിലേക്ക് വിളിക്കാൻ, അവരോട് തേടാൻ, അവരിലേക്ക് അടുപ്പിക്കുവാനല്ല. അതാണ് ഖുർആനും സുന്നത്തും പരിചയപ്പെടുത്തിയത്. അതാണ് അഹ്ലുസുന്ന വിശ്വസിക്കുന്നത്. അതാണ് മുജാഹിദിൻ്റെയും വാദം. അല്ലാഹു അലം. നിങ്ങൾ ഫൈസൽ മൗലവിനോട് യോജിച്ച നിലക്കുള്ള ഖിയാസാക്കണം. നിങ്ങളൊരു ആലിമല്ലേ? മുഹമ്മദ് നബിക്ക് വഹി കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കും വഹി കൊണ്ടാന്ന് പറഞ്ഞു. ഇതല്ല, എന്ത് ഖിയാസാണ്
ബഹുമാനപ്പെട്ട മറിയം ബീവിക്ക് ഗർഭം കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കും ഗർഭമായിക്കൊണ്ടാന്ന് അറിയൽ, അതിനോട് കിയാസൊക്കെ എന്ത് കിയാസാണ് അതൊക്കെ? കിയാസ് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് കിയാസാക്കലെന്ന്. അതായത് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പിന്നെ അന്ന് നിങ്ങൾ പറഞ്ഞ് പിന്നെ നബിയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് അമ്പിയാക്കൾക്ക് മൊയ്സത്ത് കൊടുക്കുന്നത്. ഇവിടെ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഈ ചരിത്രം പരിശോധിച്ചാൽ കാണാം, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഒരിക്കൽ ദാവൂദ് നബിക്ക് ഒരു സ്വഭാവമുണ്ട്, എപ്പോഴും അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ അറിയാത്ത മണ്ടത് ഞാൻ രാജാവാണെന്ന് അറിയാത്ത വേഷം മാറിയിട്ട് മൂപ്പരിങ്ങനെ പോയി ചോദിക്കും അനുയായികളോട്, എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ രാജാവിൻ്റെ ഭരണം ദാവൂദിൻ്റെ? എല്ലാവരും നല്ല പ്രശംസിക്കും, നല്ല ഭരണമാണ്. ഒരു ദിവസം അള്ളാഹു ഒരു മലക്കിനെ മനുഷ്യരൂപത്തിൽ പറഞ്ഞയച്ചു. അപ്പോൾ ഈ മലക്കിനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ദാവൂദിൻ്റെ ഭരണം? മലക്ക് പറഞ്ഞു, നല്ല ഭരണമാണ്, പക്ഷേ ചെറിയൊരു മൈനസ് പോയിൻ്റ് ഉണ്ട്, അദ്ദേഹം ബൈത്തുൽ മാലിൽ നിന്ന് ഭക്ഷിക്കും, അതും കൂടി ഒഴിച്ചാൽ അദ്ദേഹം കാമിലായ മനുഷ്യനാണെന്ന് പറഞ്ഞു. ഇതം കേട്ടപ്പോൾ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവേ എനിക്ക് സ്വന്തമായി ബൈത്തുൽ മാലിൽ നിന്നും പൈസ എടുക്കാണ്ട് സ്വന്തമായി അമൽ ചെയ്തുകൊണ്ട് എനിക്കൊരു ജോലി പഠിപ്പിച്ചു കൊണ്ടാണ്. ആ സമയത്ത് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തതാണ് ഈ ഇരുമ്പ് വളച്ചുകൊണ്ട് നീ എന്താക്കി പടയങ്കി നെയ്തുകൊണ്ട് നീ എന്താക്കി ജനങ്ങൾക്ക് കാശ് വിറ്റുകൊണ്ട് കാശുണ്ടാക്കുക. അപ്പോൾ മൊയ്ജിസത്ത് പ്രകാരം കാശുണ്ടാക്കാനാണ് അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുന്നത്. ജനങ്ങൾ അതിലൂടെ പോയി തേടുന്നു. ഏത് പ്രകാരം അള്ളാഹു മൊയ്ജിസത്ത് കൊടുത്ത് അവരോട് തേടാൻ പാടില്ല എന്ന നിങ്ങളുടെ വാദം അത് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നേരത്തെ എന്താ ചോദിച്ചത്, അതിനോട് കിയാസാക്കാൻ പറ്റിയൊരു കിയാസ് ഞാൻ പറഞ്ഞുതരാം. ഉദാഹരണത്തിന് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു മൊയ്സത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു മിനിറ്റ് നിനക്ക് കിയാസ് ഒറ്റൊരു ഇതും കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തുക, എന്റെ ചോദ്യം ഞാൻ നിർത്തുകയാണ്. ചോദ്യം ചോദിച്ചോളി, അതന്നെ ചോദ്യം ചോദിച്ചോളി എന്നാ പറഞ്ഞത്. നിങ്ങൾ ഈ കിയാസും ഒക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് ഉസൂൽ ഫിഖ് നമുക്ക് വേറെ പഠിക്കാം. ഇതിൽ ഉത്തരം പറയുന്ന സമയത്ത് മാന്യമായിരുന്ന് കേട്ടാൽ തിരിയാവുന്ന ആർക്കും കാര്യം മനസ്സിലായിട്ടുണ്ട്. സംഭവം എന്താ വെച്ചാൽ ഭൗതിക അഭൗതികം നിങ്ങൾക്ക് തിരിയാഞ്ഞിട്ടല്ല, അവിടെ കൃത്യമായി പറഞ്ഞതാണ്. ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ മുമ്പിലേക്ക് ഇരുമ്പേറ്റ് ഒരാൾ പോകണം, എന്നിട്ട് ഇരുമ്പ് കൈക്ക് കൊടുക്കണം, കൊടുത്തു കഴിഞ്ഞാൽ ദാവൂദ് നബി അലൈഹി സ്വലാം എന്താക്കി വളച്ചു തരും എന്ന് പറഞ്ഞു. അതാണ് പറഞ്ഞത്. അതാണ് ആ കാര്യകാരണ ബന്ധത്തിൻ്റെ ഉള്ളിൽ ഏർപ്പാടൊക്കെ ഒക്കെ നടന്നു. അല്ലാതെ യൂസുഫ് മുസ്ലിയാരെ പെരക്ക് ജനലിൻ്റെ കമ്പി വളക്കണം എന്ന് ഇവിടുന്ന് തോരുന്ന കിട്ടൂല എന്ന് തന്നെ പറഞ്ഞത്. അവിടെയാണ് വിഷയം. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ബാക്കിയുള്ള കമൻറ്റുകളൊക്കെ നമുക്ക് പിന്നെ ആവാം. കാരണം ഇനിയും ചോദ്യകർത്താക്കന്മാരുണ്ട് നമ്മുടെ മുമ്പിൽ. അരമണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ടാണ് ചോദ്യം ചോദിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ദാവൂദ് നബിയോട് ജീവിച്ചിരിക്കുന്ന കാലത്ത് ദൂരെ നിന്ന് വിളിച്ചാലേ ശിർക്കുള്ളൂ. അടുത്ത് പോയിക്കൊണ്ട് കറാമത്ത് മുഖേന ഒരു സഹായം തേടിയാൽ അത് ശിർക്കല്ല. ഉദാഹരണത്തിന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവകാശപ്പെടുന്നുണ്ട്, ഓ ഉപരി ഉൽ അക്മഹ ഉൽ അബ്റസ, വെള്ളപ്പാണ്ടും അന്ധതയും സുഖപ്പെടുത്താനുള്ള മൊയ്സത്ത് അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട്. ആ നൽകിയിട്ടുണ്ട് എന്ന വിശ്വാസത്തോടു കൂടെ അന്ന് ജീവിച്ചിരിക്കുന്ന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈസാ നബിയെ കൊണ്ട് വിശ്വസിച്ച ഒരു അനുയായി പോയിക്കൊണ്ട് പറയുന്നു, എൻ്റെ മകൻ്റെ വെള്ളപ്പാണ്ട് മാറ്റിത്തരണേ. ഇതാണ് കിയാസ്. നേരിട്ട് ചോദിക്കുന്നു, അത് ശിർക്കാണോ അല്ലയോ? എൻ്റെ മകൻ്റെ വെള്ളപ്പാണ്ട് മാറ്റിത്തരണേ. ഏതുപോലെ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇരുമ്പ് വളച്ചുകൊണ്ട് എനിക്ക് പടയങ്കി നെയ്ത് തരണേ എന്ന മുജിസത്ത് മുഖേനയുള്ള സഹായം തേടിയതുപോലെ, ഏതുപോലെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കാറ്റ് മുഖേന എന്നെ ഒന്ന് മക്കയിലേക്ക് എത്തിച്ചുകൊണ്ടാ എന്ന് പറയുന്നത് പോലെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് നേരിട്ട് വിശ്വസിച്ച ഒരു മനുഷ്യൻ പോയിക്കൊണ്ട് എൻ്റെ മകൻ്റെ വെള്ളപ്പാണ്ട് മാറ്റിത്തരണേ എന്ന് പറയുന്നു. ഏത് പ്രകാരം? അന്നി ഉപരിയുൽ അക്മഹ വൽ അബ്റസ വഹിയൽ മൗതാബി ഇതിനില്ല. അള്ളാഹിൻ്റെ ഇതിന് പ്രകാരം അങ്ങ് വെള്ളപ്പാണ്ട് മാറ്റാൻ അള്ളാഹു അങ്ങക്ക് മൊയ്സത്ത് തന്നിട്ടുണ്ടല്ലോ, അത് പ്രകാരം എൻ്റെ മകൻ്റെ വെള്ളപ്പാണ്ട് മാറ്റിത്തരണേ എന്ന് നേരിട്ട് ചോദിക്കുന്നു. ഇത് ശിർക്കാണോ തൗഹീദാണോ? അത് കഴിഞ്ഞില്ല ഉസ്താദേ, നിങ്ങളെ ചോദ്യത്തിൽ തന്നെ നിങ്ങൾ ഉത്തരം പറഞ്ഞില്ലേ, ബീദിനില്ല എന്ന് പറഞ്ഞില്ലേ? അല്ല, മൂപ്പര് പറഞ്ഞാലും ഞാൻ പറഞ്ഞതൊക്കെ കണക്കാണ്. അത് പറയാനാണ് ഇന്നവിടെ നിർത്തിയിട്ടുള്ളത്. അത് ആര് ഇവിടുന്ന് പറയണം ഞാൻ തീരുമാനിക്കും.